നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 3-ാമത്തെ അധ്യായമാണ് കർമ്മയോഗം. ഇപ്പോൾ കർമ്മയോഗത്തിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും കർമ്മം ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. കർമ്മം ജീവന്റെ തന്നെ സ്വഭാവമാണ്. അതുകൊണ്ട് അതൊരിക്കലും ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. കർമ്മം തിരഞ്ഞെടുത്ത് ചെയ്യുകയാണ് വേണ്ടത്. ഉത്കൃഷ്ടമായിട്ടുള്ള കർമ്മം ഏതാണോ തന്നെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്, ഉയർച്ചയിലേക്ക് നയിക്കുന്നത്, മോക്ഷത്തിലേക്ക് നയിക്കുന്നത്, കർമ്മബന്ധങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിക്കുന്നത് ഏത് കർമ്മമാണ്, അങ്ങനെയുള്ള കർമ്മം തെരഞ്ഞെടുത്ത് ചെയ്യുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ വിശദീകരിച്ചു. അതിനുവേണ്ടി കർമ്മത്തിന്റെ മാനദണ്ഡം പറഞ്ഞു കൊടുത്തു. ഏതുതരം കർമ്മമാണ് ഒരു ജീവനെ കൂടുതൽ കൂടുതൽ ബന്ധിക്കുന്നത്, ഏതുതരം കർമ്മമാണ് ഒരു ജീവനെ മോക്ഷമാർഗത്തിലേക്ക്, പുരോഗതിയിലേക്ക്, എല്ലാവിധ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നത്, അതിന്റെ മാനദണ്ഡം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ള, ശാസ്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ഒരു വ്യക്തിയെ ഉയർച്ചയിലേക്ക് നയിക്കുന്നത്, മോക്ഷത്തിലേക്ക് നയിക്കുന്നത്, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. അതിന് വിപരീതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഒരു വ്യക്തിയെ കൂടുതൽ ഇവിടെ കുടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ അധപ്പതനത്തിലേക്കാണ് ആ വ്യക്തി പോകുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നീട് യജ്ഞം ചെയ്യുന്നതിന്റെ മറ്റു പ്രയോജനങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു വ്യക്തി യജ്ഞം ചെയ്യുന്നു. അതുപോലെ കർമ്മബന്ധനങ്ങളിൽ നിന്ന്, പൂർവജന്മ കർമ്മങ്ങളിലെ ദോഷങ്ങളിൽ നിന്ന് മുക്തനാകുന്നതിന് വേണ്ടി യജ്ഞം ചെയ്യേണ്ടതാണ്. യജ്ഞശിഷ്ടാശിനസ്സന്തോ മുച്യന്തേ സർവകിൽവിഷേ. പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളിൽ നിന്നും മോചനം കിട്ടാനും യജ്ഞം സഹായിക്കും. പിന്നീട് ആത്യന്തികമായിട്ടുള്ള മോക്ഷത്തിനും ഭഗവത് ധാമ പ്രാപ്തിക്കും
യജ്ഞം സഹായിക്കും. അതുകൊണ്ട് യജ്ഞം ഒരിക്കലും ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. സഹ യജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിശബ്ദം യേശവോസ്തിഷ്ഠ കാമതുക. യജ്ഞം കൊണ്ട് ഒരു വ്യക്തിക്ക് എല്ലാവിധ ഭൗതിക ആഗ്രഹങ്ങളും നേടാൻ സാധിക്കും. അവസാനം പരമശ്രേയമംസിതാണ്, പരമമായിട്ടുള്ള ശ്രേയസ് ആ ജീവന് ലഭിക്കുകയും ചെയ്യും. പരമശ്രേയസ് എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. യജ്ഞത്തിലൂടെ ഒരു വ്യക്തിയുടെ മനസ്സ് ശുദ്ധമാകും. ആഹാരശുദ്ധോ സത്വശുദ്ധി. ആ സത്വശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് വിശ്വാസം ഉറയ്ക്കും, ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കും. അങ്ങനെ ഭഗവാനെ പ്രാപിക്കാനും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും പരമമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാകാനും യജ്ഞം സഹായിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാവിധ കർമ്മവും ഒരു യജ്ഞമായിട്ടാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹി ആചരൻ കർമ്മ പരമാത്മോധി പൂരുഷ. ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞമായിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി, അതിൽ നിന്നൊന്നും നേടാൻ വേണ്ടിയല്ല, ഇത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്നുള്ള ഭാവത്തിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ വ്യക്തി ഈ ഭൗതികമായിട്ടുള്ള കുടുക്കുകളിൽ പെട്ടുപോകുന്നില്ല. ആ വ്യക്തിക്ക് പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക്, ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ഭൗതികമായിട്ടുള്ള കടമകൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ആ ഭൗതികമായിട്ടുള്ള കടമകൾ ഒരു യജ്ഞം എന്നുള്ള നിലയിൽ അസക്തനായിട്ട്, അതിൽ നിന്നൊന്നും നേടാൻ വേണ്ടിയല്ല, പക്ഷെ ഇത് ഭഗവാൻ എന്നെ ഏൽപ്പിച്ച ജോലിയാണ് എന്നുള്ള രീതിയിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നിയത കർമ്മങ്ങളൊക്കെ ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തി ഇവിടെ കുടുങ്ങി പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതിന് ഉദാഹരണമാണ് ഇനി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുള്ള പൂർവികരായിട്ടുള്ള ഭക്തന്മാരുണ്ട്. അപ്പോൾ അവർ പ്രായോഗികമായിട്ട് അത് ചെയ്തു. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നുള്ളതിന്റെ ഉദാഹരണം ഭഗവാൻ കാണിച്ചു തരികയാണ് അടുത്ത ശ്ലോകത്തിൽ, 20ാമത്തെ ശ്ലോകത്തിൽ. 20ാമത്തെ ശ്ലോകമാണ് നമുക്ക് വായിക്കാനുള്ളത്. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തും അർഹസി. അപ്പോൾ ഭഗവാന്റെ നിയമം അനുസരിച്ച് അസക്തനായിട്ട് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ഭൗതിക കടമകൾ പോലും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തതിന് ഉദാഹരണമാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ജനഗാഥയ എന്നാണ് പറയുന്നത്. ജനകനെ പോലുള്ള മഹാത്മാക്കൾ എന്ന് പറയും. ജനകൻ യഥാർത്ഥത്തിൽ 12 മഹാജനങ്ങളിൽ ഒരു വ്യക്തിയാണ്. ജനകോ ഭീഷ്മോ അല്ലെ. ജനകൻ, ഭീഷ്മൻ, സ്വയംഭൂ, നാരദ, ശംഭു, പ്രഹ്ലാദോ, ജനകോ, ഭീഷ്മോ, കുമാരോ, കപിലോ, മനം, ബലിർവയ്യ. ഇങ്ങനെ 12 മഹാജനങ്ങളിൽ ഭഗവാന്റെ തത്വം അറിഞ്ഞിട്ടുള്ള, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന 12 മഹാജനങ്ങളിൽ ഒരു വ്യക്തിയുടെ പേരാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 12 മഹാജനങ്ങളും ഇതേപോലെ പ്രവർത്തിക്കുന്നവരാണ്. അവരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള കടമകൾ അവരുടെ വർണ്ണത്തിനും അവരുടെ ആശ്രമത്തിനും അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ അവർ ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ബ്രഹ്മചാരിയാണെങ്കിൽ ബ്രഹ്മചാരിയുടെ കർമ്മങ്ങൾ, നാരദ മഹർഷി, അതേപോലെ കുമാരന്മാർ, ഇവരൊക്കെ ബ്രഹ്മചാരികളാണ്. അവർ ജ്ഞാനം പ്രചരിപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ജനകൻ, അതേപോലെ മഹാദേവൻ, ഇവരൊക്കെ ഗൃഹസ്ഥരാണ്. അവർ ഗൃഹസ്ഥരുടെ കർമ്മം ചെയ്യും. ഭീഷ്മൻ ബ്രഹ്മചാരിയാണ്, ബ്രഹ്മചാരിയുമാണ്, ക്ഷത്രിയനുമാണ്. ക്ഷത്രിയന്റെ കടമകൾ അദ്ദേഹം ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ജനകനും ക്ഷത്രിയനാണ്. അദ്ദേഹം ക്ഷത്രിയന്റെ ഒരു രാജാവ് എന്നുള്ള നിലയിലുള്ള കർത്തവ്യം ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരും അവരുടെ നിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള നിയത കർമ്മങ്ങൾ, അവരുടെ ആശ്രമത്തിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളും ഏത് ആശ്രമത്തിലാണോ, ബ്രഹ്മചാരി, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇതിൽ കലിയുഗത്തിൽ മിക്കവാറും എല്ലാവരും ഗൃഹസ്ഥാശ്രമത്തിലായിരിക്കും അല്ലെ. മറ്റു ആശ്രമങ്ങൾ കലിയുഗത്തിൽ അങ്ങനെ പ്രൊമിനന്റ് അല്ല, അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഏത് ആശ്രമമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള കടമകൾ നമ്മൾ ഭഗവാന്റെ സേവനം എന്നുള്ള രീതിയിൽ ചെയ്യണം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ്
ഭഗവാൻ പറയുന്നത് ജനകാതയ. എന്താണ് ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്, എന്താണ് വിശദീകരണം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് 20ാമത്തെ ശ്ലോകം ഇതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 20ാമത്തെ ശ്ലോകം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് നോക്കാം. സീതാലക്ഷ്മി മാതാജി വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ പരമാത്മനേ നമഃ. 20. കർമ്മണേവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഭാവാർത്ഥം: ജനകരെ പോലുള്ളവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചിരുന്നു. തന്മൂലം അവർക്ക് വൈദിക വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ലായിരുന്നു. എന്നിട്ടും സാമാന്യ ജനങ്ങൾക്ക് മാതൃക കാണിക്കാൻ വേണ്ടി വിധിവിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളെല്ലാം അവർ ചെയ്തു പോന്നു. സീതാദേവിയുടെ പിതാവും ശ്രീരാമന്റെ ശ്വശുരനുമായിരുന്നു ജനകൻ. മഹാനായ ഒരു ഭഗവത് ഭക്തനായിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹം അതീന്ദ്രിയ പ്രജ്ഞൻ ആയിരുന്നു. എങ്കിലും മിഥിലയിലെ രാജാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നിയതകർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പ്രജകളെ പഠിപ്പിക്കേണ്ടിയിരുന്നു. ഭഗവാൻ കൃഷ്ണനും നിത്യസുഹൃത്തായ അർജുനനും കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്തത്. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിന് മുമ്പും അത് ഒഴിവാക്കാനായി എല്ലാ പരിശ്രമങ്ങളും നടന്നു. ഭഗവാൻ കൃഷ്ണൻ പോലും ഒത്തുതീർപ്പിന് ശ്രമിച്ചു. എന്നാൽ മറുകക്ഷി പോരൻ തന്നെ ഉറച്ചിരുന്നു. അങ്ങനെ ന്യായമായൊരു കാര്യത്തിന് വേണ്ടി പൊരുതേണ്ടത് ആവശ്യമാണ്. കൃഷ്ണാവബോധം സിദ്ധിച്ച ഒരാൾക്ക് ലൗകിക കാര്യങ്ങളിൽ താല്പര്യമുണ്ടായില്ലെന്ന് വരാം. എങ്കിലും എങ്ങനെ ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും സാമാന്യ ജനങ്ങളെ ഗ്രഹിപ്പിക്കാനായി ആ ഭക്തൻ കർമ്മനിരതനായിരിക്കും. കൃഷ്ണാവബോധത്തിൽ അനുഭവജ്ഞാനം നേടിയവർക്ക് മറ്റുള്ളവരെയും തങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്ന വിധം പ്രവർത്തിക്കാൻ കഴിയും. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സീതാലക്ഷ്മി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ഒരു ആത്മീയ മാർഗത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നത് കൂടുതൽ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് ഭഗവാൻ പറയുന്നത്? ലോകസംഗ്രഹമേവ അഭിസംപശ്യൻ കർത്തുമർഹസി. ഒരു വ്യക്തി ആത്മീയ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ലോകം മുഴുവൻ നോക്കുന്നുണ്ട്, അല്ലെ? കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും. നമ്മൾ ഭക്തി ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും, അല്ലെ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഭക്തനായിട്ടും ഇങ്ങനെയാണോ ചെയ്യുന്നത്? അല്ലെ, ഭക്തനായിട്ടും നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? അങ്ങനെ കൂടുതൽ നമ്മൾ ഒബ്സർവ് ചെയ്യപ്പെടും, സമൂഹത്താൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള മാർഗത്തിൽ, ആത്മീയ മാർഗത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് വേണം പെരുമാറാൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. ലോക സംഗ്രഹമേവാപി. എല്ലാവരും നോക്കുന്നുണ്ട്. സംപശ്യൻ കർത്തുമർഹസി. അവർക്ക് മാതൃക കാണിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വത്തോടുകൂടി, കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം ഇങ്ങനെയുള്ള വ്യക്തികൾ, സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ പെരുമാറാൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ കർമ്മത്തിന്റെ പല പല തലങ്ങളാണ് ഭഗവാൻ പറയുന്നത്. കർമ്മം നമ്മൾ യജ്ഞമായിട്ട് ചെയ്യേണ്ടതാണ്. അതിൽ ആസക്തിയല്ലാതെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ള ഭാവത്തിൽ ചെയ്യേണ്ടതാണ്. കർമ്മത്തിന്റെ മറ്റൊരു ഉപയോഗമാണ് ഇവിടെ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടതല്ലെങ്കിൽ പോലും, മുക്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമില്ലെങ്കിൽ പോലും ചിലപ്പോൾ ജനങ്ങൾ എന്ത് പറയും എന്നുള്ള രീതിയിൽ അത് നോക്കി അവർക്ക് മാതൃകയായിട്ട് അവർക്ക് വഴി കാണിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും എന്നാണ് ഭഗവാൻ പറയുന്നത്.
അല്ലെ നമ്മുടെ ആശ്രമത്തിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലെ ഒരു വ്യക്തി ബ്രഹ്മചാരി ആണെങ്കിൽ, ബ്രഹ്മചാരി ആശ്രമത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യണം. അല്ലെ പൂർവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ സാധാരണ പോലെ ചെയ്യാൻ സാധിക്കില്ല. അല്ലെ ദുഷിച്ച കർമ്മങ്ങളൊന്നും ബ്രഹ്മചാരി ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ വ്യക്തി ഒരു മാതൃകയായിട്ട് തന്നെ പെരുമാറണം. അല്ല ആ വ്യക്തി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മാനദണ്ഡമായിട്ട് മാതൃകാപരമായിട്ടുള്ള രീതിയിൽ ഭഗവാന്റെ ഭക്തന്മാർ പ്രവർത്തിക്കുമെന്നാണ് ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്. ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. അതിന്റെ ഉദാഹരണമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ജനക മഹാരാജാവിനെയാണ്. ജനക മഹാരാജാവ് ഭഗവാന്റെ ശുദ്ധഭക്തനായിരുന്നു, മുക്താത്മാവായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒരു രാജാവിനെ പോലെ പ്രവർത്തിച്ചു. മറ്റുള്ളവർക്ക് മാതൃകയായി ഒരു ക്ഷത്രിയൻ എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിൽ ഒരു രാജാവ് എന്തൊക്കെ കടമകളാണ് പുലർത്തേണ്ടത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു രാജാവ് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ജനങ്ങളെ ഭക്തിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഭക്തന്മാർക്കും ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. അത് മാതൃകാപരമായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. കാരണം ജനങ്ങൾ കൂടുതൽ, ഒരു വ്യക്തി വെറുതെ വീട്ടിലിരിക്കുന്നത് പോലെയല്ല. ആശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കും. അല്ലെ ഇദ്ദേഹം ബ്രഹ്മചാരിയായിട്ട് എന്താണ് ചെയ്യുന്നത്, അല്ലെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, മോശമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അപ്പോൾ തന്നെ പറയും, നിങ്ങൾ ഭഗവത്ഗീത പഠിക്കുന്ന ആൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, നിങ്ങൾ ഭാഗവതം വായിക്കുന്ന ആൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നപ്പോൾ തന്നെ ചോദ്യം വരും. അല്ലെ അല്ലെങ്കിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്, അതേപോലെ ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടോ, ഭഗവാന്റെ പൂജ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചും ബോധവാനായിരിക്കും എന്നുള്ളതാണ്. കാരണം ഭക്തന്മാര് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അല്ലെ ഭക്തന്മാരെ നോക്കിയിട്ടാണ് ഭഗവാനെ കുറിച്ച് ആളുകൾ പറയുക. അപ്പൊ നിങ്ങൾ ഭഗവാന്റെ ഭക്തി ചെയ്തിട്ട് എന്താണ് കാര്യം, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണല്ലോ എന്ന് ആളുകൾ പറയും. അല്ലെ ഭക്തി ചെയ്തിട്ട് എന്താണ് കാര്യം. അപ്പോൾ ആ ഒരു മതിപ്പ് ഉണ്ടാകുന്നതിന് വേണ്ടി സമൂഹത്തിൽ മതിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയും ചിലപ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും എന്നാണ് ഭഗവാൻ പറയുന്നത്. ലോകസംഗ്രഹമേവാപി. ആ മതിപ്പ് നിലനിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു സിസ്റ്റത്തിന് തന്നെ വിലയില്ലാണ്ടായിട്ട് മാറും. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, കലിയുഗത്തില് ഇങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് തീരെ മതിപ്പില്ല. അല്ല അവർക്ക് ഒരു വിലയുമില്ല. കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തീരെ വിലയില്ല. കാരണം എന്തായിരിക്കും? എന്താണ് കാരണം? അവർക്ക് ഈശ്വരനെ അറിയില്ല, അതന്നെ കാരണം. നിരീശ്വരവാദികളും. അത് മാത്രമാണോ കാരണം? അവരുടെ വോട്ട് ബാങ്ക് അല്ലാന്ന് മനസ്സിലാവും. യെസ്, ഓക്കെ, അത് ശരിയാണ്. പക്ഷെ അവർക്കൊരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അല്ല അവരെ നമ്മൾക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം അവരുടെ അഭിപ്രായം രൂപീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും? പലപ്പോഴും ആത്മീയതയുടെ പേരിൽ പലരും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അല്ലെ സന്യാസിമാരുടെ പേരിൽ പലരും വഞ്ചിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരൊരു ബിസിനസ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ അവർ കാണുന്നുണ്ട്, അവര് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ഒരു അഭിപ്രായം രൂപീകരിക്കപ്പെടാം. അല്ലേ? അപ്പോൾ അവരുടെ ആ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ പറയും, ഓ എനിക്കറിയാം സന്യാസിമാരെ എനിക്കറിയാം. അല്ലെ ശ്രീലപ്രഭാതരുടെ തന്നെ ലീലാമൃതത്തിൽ പറയുന്നുണ്ട്, ശ്രീലപ്രഭാതർക്കും ആദ്യം ഈ സന്യാസിമാരോടൊന്നും അങ്ങനെ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തിനെ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജനെ കാണാൻ വേണ്ടി ക്ഷണിച്ച സമയത്ത് പ്രഭാതർക്ക് അത്ര ഇഷ്ടം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരുപാട് സന്യാസിമാരെ കണ്ടിട്ടുണ്ട്, എൻ്റെ അച്ഛൻ എല്ലാ ദിവസവും ഓരോ സന്യാസിമാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരും. പക്ഷെ അവരുടെ സ്വഭാവം ഒക്കെ എങ്ങനെയാണ്? അവര് പുകവലിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കും, പുകയിലൊക്കെ ചവച്ചുകൊണ്ടിരിക്കും.
അല്ലെങ്കിൽ ചിലപ്പോൾ കഞ്ചാവൊക്കെ വലിക്കും. ഇങ്ങനെയുള്ള സന്യാസിമാരൊക്കെ. അപ്പോൾ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി ലോകത്തിന് മാതൃകയായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല, ശീലങ്ങളല്ല, സ്വഭാവങ്ങളല്ല ആ വ്യക്തിയുടെ നിന്നുണ്ടാവുന്നതെങ്കിൽ അത് സമൂഹത്തിന്റെ മതിപ്പില്ലാതാക്കാൻ കാരണം. അല്ലെ? ശരിയാണോ? അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അല്ല, സന്യാസിമാരെ പല കേസിലും പിടിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾക്ക് ആ സന്യാസി എന്നുള്ള സിസ്റ്റത്തിനോട് നമ്മൾക്ക് വെറുപ്പുണ്ടാവും. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾക്കൊരു ധാരണയുണ്ടാവും. അല്ലെ? ഇവരൊക്കെ ഇതിനു വേണ്ടിയിട്ടാണോ സന്യാസം സ്വീകരിക്കുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാരാണ് സന്യാസത്തിലുള്ളത് അല്ലെങ്കിൽ ആശ്രമത്തിലുള്ളത് എന്ന് നമ്മൾക്ക് തോന്നും. അങ്ങനെ ആ ജനത്തിന്റെ മതിപ്പ് ഇല്ലാതായിട്ട് മാറും. അപ്പൊ ശ്രീലപ്രഭാതരും പറഞ്ഞു, ഞാൻ ഒരുപാട് സന്യാസിമാരെ കാണുന്നതാണ്, അവരൊക്കെ പലരും പുകവലിക്കുന്നതും അങ്ങനെ ആത്മീയമായിട്ടുള്ള ബോധമൊന്നുള്ള ആൾക്കാരൊന്നല്ല എന്നുള്ളൊരു ബോധം ശ്രീലപ്രഭാതർക്ക് വരെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ് ആ അഭിപ്രായ രൂപീകരണത്തിന് കാരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിന് ഇടവരുത്തരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താണ്? ജനങ്ങൾ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഭക്തിമാർഗത്തിലേക്ക് വന്നു, അപ്പൊ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെ? ഭക്തിമാർഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ മറ്റുള്ളവർക്കുണ്ട്. നമ്മൾ കൂടുതൽ ക്ഷമയുള്ളവരായിരിക്കും. അല്ലെ? മറ്റുള്ളവർക്ക് ദേഷ്യം പിടിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഭക്തിമാർഗത്തിൽ വന്ന് പ്രത്യേകിച്ചും ഒരു സന്യാസിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ പെരുമാറുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഓരോ വാക്കും ആളുകൾ വലിയ കാര്യമായിട്ട് എടുക്കും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അവർ പ്രചരിപ്പിക്കും. അദ്ദേഹം ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിലയിരുത്തലുണ്ടാവും. ആ വിലയിരുത്തലുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പെരുമാറണം, മാതൃകാപരമായിട്ട് പെരുമാറണം എന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിത ജനകാമയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തും അർഹസി. ഞാൻ ആത്മീയമായിട്ട് ഉയർന്നു, എനിക്ക് ഇനി ആരെയും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജനങ്ങളെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പെരുമാറരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ജനങ്ങളെയൊക്കെ ഭക്തിയിലേക്ക് നയിക്കാൻ തക്ക വിധത്തിൽ മാതൃകാപരമായിട്ട് വേണം നമ്മൾ പെരുമാറാൻ. അല്ലെ? നമ്മൾ തന്നെ പെട്ടെന്ന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ചോദിക്കും, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ നാമം ജപിക്കുന്നത്? നിങ്ങൾ ഹരേ കൃഷ്ണയിൽ പോയിട്ട് എന്താണ് കാര്യം? ഈ ഹരേ കൃഷ്ണയിൽ പോയതിന് ശേഷമാണ് കൂടുതൽ നിങ്ങൾ ദേഷ്യം പിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പോയിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഭഗവാനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തികൾ, ഭക്തന്മാർ എന്ന് പറയുന്നവർ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാണ്. ഉത്തരവാദിത്വം ഉപേക്ഷിച്ചവരല്ല, കൂടുതൽ ഉത്തരവാദിത്വം എടുത്തവരായിരിക്കണം ഭക്തി മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് അവിടെ പ്രവൃത്തികളുണ്ട്, ജനങ്ങൾ വീക്ഷിക്കുന്നത് കൊണ്ട് മാതൃകാപരമായിട്ട് പെരുമാറണം, അങ്ങനെ പ്രവർത്തിക്കേണ്ടതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയാൻ എന്താണ് കാരണം എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ് കാരണം? യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേതരോ ജനഃ തയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. സ്വാഭാവികമായിട്ടും ആളുകള് ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ കുറച്ചുകൂടി ഉയർന്നവരാണ് എന്ന് അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് അവരൊക്കെ മാതൃകാപരമായി പെരുമാറും എന്നാണ് ജനങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അതിനനുസരിച്ച് വേണം പെരുമാറാൻ എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നമുക്കത് വായിക്കാം. 21ാമത്തെ ശ്ലോകം. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളും, അതിനുശേഷം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. കൃഷ്ണമാതാജി വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യദ്യചരതി ശ്രേഷ്ഠസ്തദ്ദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. അർത്ഥം: ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. ഭാവാർത്ഥം:
ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രായോഗികമായി നല്ല പ്രവൃത്തികളാൽ സമൂഹത്തെ ഉത്ബുദ്ധമാക്കാൻ കഴിവുള്ള ഒരു നേതാവിനെയാണ് പൊതുജനങ്ങൾക്ക് ആവശ്യം. പുകവലിക്കുന്ന നേതാവിനെ മറ്റുള്ളവരെ ഉപദേശിച്ച് പുകവലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല. ഉപദേശിക്കാൻ തുനിയുന്നതിനു മുൻപ് ഗുരു വേണ്ടും വിധമുള്ള പെരുമാറ്റം ശീലിച്ചിരിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. അങ്ങനെയുള്ള ഒരു ഉപദേഷ്ടാവിനെ ആചാര്യനെന്ന്, ഉത്തമ ഗുരുവെന്ന് പറയാം. സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് ഗുരു ശാസ്ത്രവിധിക്കനുസരിച്ച് ജീവിക്കണം. അംഗീകൃതങ്ങളായ വേദോക്ത പ്രമാണങ്ങൾക്കെതിരായി അയാൾ സ്വയം നിയമങ്ങൾ നിർമ്മിക്കാൻ പാടുള്ളതല്ല. മനുസംഹിത മുതലായ സ്മൃതി ഗ്രന്ഥങ്ങളാണ് മനുഷ്യവർഗത്തിന്റെ പ്രാമാണിക രേഖകളായി ഗണിക്കപ്പെടുന്നത്. നേതാക്കളുടെ ഉപദേശങ്ങൾ ധർമ്മഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം. സ്വയം മേന്മ കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഉത്കൃഷ്ടരായ ആചാര്യന്മാർ അനുഷ്ഠിച്ചു വന്നിരുന്ന നിയമങ്ങൾ അനുസരിക്കണം. വിശിഷ്ട ഭക്തന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നത് കൊണ്ടേ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയിൽ മുന്നേറുവാൻ കഴിയൂ എന്ന് ശ്രീമദ് ഭാഗവതവും ഊന്നി പറയുന്നുണ്ട്. രാജാവ് അഥവാ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി, പിതാവ്, അധ്യാപകൻ എന്നിവരെ അറിവ് കുറഞ്ഞ സാധാരണ ജനങ്ങളുടെ നേതാക്കളായിട്ടാണ് സ്വാഭാവികമായി കരുതി വരുന്നത്. അത്തരം സ്വാഭാവിക നേതാക്കൾക്ക് തങ്ങളെ ആശ്രയിക്കുന്നവരോട് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ ധാർമ്മികവും ആധ്യാത്മികവുമായ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചവരാകണം. ഹരി കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരി കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു മോഡൽ, ഒരു റോൾ മോഡൽ അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു മോഡൽ ഉണ്ടാകും. ഇന്ന വ്യക്തിയെ പോലെ ആകണം, ഇന്ന വ്യക്തി ചെയ്യുന്നത് പോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും അവരുടെ ഹൃദയത്തിൽ ഒരു മാതൃക കാണിക്കുന്ന വ്യക്തി ഉണ്ടാകും. ആ മാതൃക കാണിക്കുന്ന വ്യക്തികൾ സമൂഹത്തിൽ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ചെറിയ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ മാതൃക ആരായിരിക്കും? അവരുടെ അധ്യാപകരായിരിക്കും, അവരുടെ ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെ? അവർ പറയുന്നത് പോലെ ചെയ്യാൻ അവർക്ക് വലിയ ഉത്സാഹമായിരിക്കും. അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികൾ ആ ടീച്ചർമാരെ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. ആ അധ്യാപകന്മാരെ വളരെയധികം ഒബ്സർവ് ചെയ്യും. അപ്പോൾ അവര് കുട്ടികൾ വന്ന് പറയാ, ടീച്ചർ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അച്ഛനമ്മമാർ പറഞ്ഞതുപോലും കുട്ടികൾ സ്വീകരിക്കില്ല. ടീച്ചർ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു മാതൃക അവരുടെ ഹൃദയത്തിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന വ്യക്തികൾ, ഇവിടെ ശിലപ്രബോധർ പറയുന്നുണ്ട്, അധ്യാപകൻ, അതേപോലെ നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ്, അതേപോലെ പിതാവ്, അതേപോലെ രാജാവ്, ഭരണാധികാരി, ഇവരൊക്കെ മാതൃകകളായിരിക്കും എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർ പെർഫെക്റ്റ് ആയിരിക്കും, അവർ കറക്റ്റ് ആയിരിക്കും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ, അവരുടെ വാക്കുകളൊക്കെ വലിയ മൂല്യം കൊടുത്ത് അവർ സ്വീകരിക്കും. അല്ല, അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ സ്വീകരിക്കും. അപ്പോൾ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു മാതൃക കാണിക്കുന്ന വ്യക്തിക്ക് ജനങ്ങളെ യഥാർത്ഥമായിട്ട് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഒരു തെറ്റായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തിക്ക്, ആ വ്യക്തി കൃത്രിമമായിട്ട് സമൂഹത്തിൽ നേതാവായിട്ട് ചമയുകയാണെങ്കിൽ അവർക്ക് അധികകാലം അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല. കാരണം അവരോട് അടുത്ത് വരുന്ന സമയത്ത് അവരുടെ യഥാർത്ഥ സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു മാതൃകയല്ല ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള മാതൃക ജനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ജനങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ചും അവരുടെ മാതൃകൾ അനുസരിച്ചും പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ആചാര്യൻ എന്ന് പറയുന്നത് എന്ന് പറയും. ശ്രീല പ്രഭുപാദർ പറയുന്നു, ആചാര്യൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ശാസ്ത്രം പറയുക മാത്രമല്ല ചെയ്യുന്നത്. ശാസ്ത്രം പറയുന്ന വ്യക്തി ആചാര്യനാകണമെന്ന ഒരു നിർബന്ധം. ശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന വ്യക്തി ആചാര്യനാകണമെന്ന് നിർബന്ധമില്ല. ആചാര്യൻ എന്ന് നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? ആ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. ആ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു,
അതേപോലെ മാതൃക കാണിക്കുന്നു, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതാണ് ആചാര്യൻ. അപ്പോൾ നമുക്ക് എല്ലാവരെയും കയറി ആചാര്യൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഭഗവത്ഗീത, ഭാഗവതം പോലെയുള്ള ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. ശീലപ്രഭാതരൻ നമ്മൾ ആചാര്യൻ എന്ന് പറയും. കാരണം ശീലപ്രഭാതർ അതേപടിയായിരുന്നു ജീവിച്ചിരുന്നത്. ഭാഗവത ആചാര്യൻ എന്ന് നമ്മളെല്ലാവരും നാട്ടിലല്ലേ ഭാഗവതം പറയുന്നവരെയൊക്കെ വിളിക്കുന്നുണ്ട് അല്ലേ, ആചാര്യനാണ്. പക്ഷെ ആചാര്യൻ എന്ന് പറയുന്നത് അത്ര ഒരു താഴ്ന്ന വാക്കല്ല, അത് വളരെ ഉയർന്ന നിലവാരമുള്ള വാക്കാണ് എന്നാണ് പറയുന്നത്. ഭാഗവതം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെയാണ് ഭാഗവത ആചാര്യൻ എന്ന് ആചരിക്കുന്നവരെയാണ് നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കാൻ സാധിക്കുക. മറ്റുള്ളവരെ നമ്മൾക്ക് എന്തെന്ന് പറയാം? പ്രഭാഷകൻ എന്ന് പറയാം. ഭാഗവതം പ്രവചിക്കുന്നവൻ, ഭാഗവതം പറയുന്നവൻ, ഭഗവത്ഗീത പറയുന്ന ആള് ഭാഗവത പ്രഭാഷകൻ, ഭഗവത്ഗീത പ്രഭാഷകൻ എന്നൊക്കെ പറയാം. പക്ഷെ ഭാഗവത ആചാര്യൻ എന്ന് പറയണമെങ്കിൽ ആ ഭാഗവതം അനുസരിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അത്രയും മൂല്യമുണ്ട് ആ വാക്കുകൾക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ വാക്കുകളും അവരുടെ പെരുമാറ്റങ്ങളും നമുക്ക് മാതൃകയായിട്ട് സ്വീകരിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇസ്കോണിലെ ഭക്തന്മാരെല്ലാവരും ശീലപ്രഭാതർ എങ്ങനെയാണ് ഓരോ അദ്ദേഹത്തിന്റെ ജീവിതഘട്ടത്തിലും മറ്റുള്ളവരോട് പെരുമാറിയത്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിക്കുന്നുണ്ട്. ശീലപ്രഭാതരുടെ ലീലാമൃതം എന്ന് പറഞ്ഞിട്ട് വലിയ പുസ്തകമുണ്ട്. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ മാതൃകാപരമായിട്ട് നമ്മൾക്ക് അതേപോലെ പിന്തുടരാൻ സാധിക്കുന്ന പ്രവൃത്തികളാണ്. അങ്ങനെ ഉയർന്ന ആചാര്യന്മാരും നമ്മൾക്ക് ആവശ്യമാണ്. അത് നമ്മൾക്ക് പിന്തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ വഴി നമ്മൾക്ക് എളുപ്പമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയുള്ള മാതൃകകളെയാണ് സമൂഹത്തിന് ആവശ്യം. അതുകൊണ്ട് ഭക്തന്മാരും അങ്ങനെ ഉയർന്നു വരണം എന്നാണ് ഭഗവാൻ പറയുന്നത്. സമൂഹം സ്വാഭാവികമായിട്ടും മാതൃകയായിട്ട് അവരെ സ്വീകരിക്കും അല്ലെ, അല്ലെങ്കിൽ ആ സമൂഹത്തിന് തന്നെ വലിയ നിരാശയുണ്ടാകും. അപ്പോൾ ഞങ്ങൾ പിന്തുടർന്ന വ്യക്തി ഇങ്ങനെയുള്ള ആളായിരുന്നു എന്ന് പിന്നീട് അവർ തിരിച്ചറിയുന്ന സമയത്ത് അവർക്ക് വലിയ നിരാശയാണ് ഉണ്ടാവുക. അതുകൊണ്ട് പിന്നീട് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ആളുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവർക്ക് ആത്മീയതയിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും അല്ല. ഇങ്ങനെ ഞങ്ങൾ ഇത്രയും വിശ്വസിച്ച് പിന്തുടർന്നു, പക്ഷെ അവരെന്താണ്, അവരിങ്ങനെയുള്ള ആളുകളാണ്, മോശം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശ്വാസം പോലും, ഒരു സമൂഹത്തിന്റെ പോലും വിശ്വാസത്തിനെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഉയർന്ന വ്യക്തികളിൽ നിന്നുണ്ടാകാം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ഭക്തിയിലേക്ക് വന്നിട്ടുള്ളവർ വളരെ ശ്രദ്ധാപൂർവം പെരുമാറണം എന്നുള്ളതാണ്. എന്തെങ്കിലും നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് മാതൃക കൂടിയായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വാക്കുകൾ, ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആളുകൾ ഒരു മാതൃകയായിട്ട് എടുക്കും അല്ലെ. ഇസ്കോണിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്ന് അവർ പറയും. അത് അവർ മാനദണ്ഡമായിട്ട് എടുക്കുന്നത് കൊണ്ടാണ്. ഭഗവാൻ പറയുന്നു, യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേതരോചന സയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. ഉയർന്ന വ്യക്തികൾ, ഒരു രാജാവ്, ഒരു അധ്യാപകൻ, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന വ്യക്തി തെറ്റ് ചെയ്തുകൊണ്ട് ഉപദേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ. നിങ്ങൾ നാമം ജപിക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തി ആദ്യം നാമം ജപിക്കണം. നാമം ജപിക്കാതെ ആ വ്യക്തിക്ക് ഉപദേശിക്കാൻ സാധിക്കില്ല. അതേപോലെ നിങ്ങൾ എന്താണ്, നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല, നിങ്ങൾ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അതേപോലെ അവിഹിതമായിട്ടുള്ള ബന്ധങ്ങളൊന്നും പാടില്ല, ചൂതാട്ടം നടത്താൻ പാടില്ല എന്നൊക്കെ ഉപദേശിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ ഉപദേശിക്കുന്ന വ്യക്തി അതൊക്കെ ഒഴിവാക്കിയിരിക്കണം എന്നാണ്. അപ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു മാതൃകാ നിലവാരത്തിലേക്ക് വരണം എന്നാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്വത് ഏവേതരോചന സയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. കാരണം നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ ഒരുപാട് പേര് അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്, അവരെ പിന്തുടരുന്ന ആളുകളാണ്. അവർക്ക് മാതൃകപരമായിട്ട് തന്നെ
പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഭഗവാൻ സ്വന്തം ഉദാഹരണം വെച്ച് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. എനിക്കും യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ഒന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാന് ഈ ലോകത്തിൽ ഒന്നും നേടാനില്ല. 14 ലോകങ്ങളിലും ഭഗവാൻ ഒന്നും നേടാനില്ല. പക്ഷെ ഭഗവാനും പ്രവർത്തിക്കുന്നു. ഭഗവാൻ ഇപ്പോൾ നമ്മൾക്ക് കാണാം, ഭഗവാൻ അർജുനന്റെ തേര് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ, ഒരു സുഹൃത്തിന്റെ തേര് തെളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭഗവാൻ അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഈ യുദ്ധത്തിലൊന്നും വന്ന് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അർജുനന് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നിട്ടും ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഭഗവാൻ പാണ്ഡവർക്ക് വേണ്ടി ദൂതിന് പോയി, അല്ലെ, കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി സംസാരിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഇതൊന്നും യഥാർത്ഥത്തിൽ ഭഗവാന് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതാണ്. പക്ഷെ എന്നിട്ടും ഭഗവാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ സ്വന്തം ഉദാഹരണം വെച്ചും പറയുന്നുണ്ട്. അത് അടുത്ത ശ്ലോകത്തിലാണ്, 22ാമത്തെ ശ്ലോകത്തിലാണ്. അപ്പോൾ നമുക്കത് അടുത്ത ദിവസം വായിക്കാം. ഇവിടെ കറണ്ട് പോയി. നമ്മൾക്ക് ശ്ലോകം വായിക്കാം. ആരാണ് വായിക്കുന്നത്? എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം.